ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഭയമില്ലാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ ഭയത്തെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും? വേദപുസ്തകത്തിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഭയപ്പെടരുത്, ഭയപ്പെടരുതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് മറ്റാരും പറഞ്ഞതല്ല, ദൈവം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭയപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അകാരണമായ ഭയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മോശയ്ക്ക് ശേഷം അവരെ വഴി നടത്തിയ നേതാവായിരുന്നു യോശുവ. യോശുവയെ ആ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുൻപായിട്ട് ദൈവം തന്നോട് പറഞ്ഞതാണ്, നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. അപ്പം ഭയപ്പെടാനും ഭ്രമിക്കുവാനുമുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. ഏകദേശം 300-ലധികം പ്രാവശ്യമാണ് വേദപുസ്തകത്തിൽ ഭയപ്പെടരുത് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഭയത്തെ ദൈവം നീക്കുന്നത്? ഇല്ലെങ്കിൽ ഒരു ദൈവപൈതലിന് ഭയത്തിൽ നിന്നുള്ള ധൈര്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? 27-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദ് ചില ചോദ്യങ്ങളോടുകൂടെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഞാൻ ആരെ ഭയപ്പെടുമെന്നാണ്. ഈ 27-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ വലിയ പ്രതിസന്ധിയുടെ മുൻപിലാണ് ദാവീദ് നിൽക്കുന്നത്. പക്ഷെ ആ പ്രതിസന്ധിയുടെ മുൻപിലും അദ്ദേഹത്തിന് ഒരു അസാധാരണമായ ധൈര്യമുണ്ട്. ഈ ധൈര്യം തനിക്ക് എവിടുന്നാണ് കിട്ടിയത്? മാനുഷികമായ ധൈര്യമല്ല. യഹോവ എൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഇരുൾ നിറഞ്ഞ പാതകളിലൂടെ ഞാൻ യാത്ര ചെയ്താലും വെളിച്ചമായി ദൈവം എന്നോട് കൂടെയുണ്ട്. എൻ്റെ ജീവന്റെ ബലം യഹോവയാണ്. അടുത്തത് എൻ്റെ രക്ഷയാണ്, ഞാൻ ആരെയാണ് പേടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു ദൈവ പൈതലിന് ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. ചിലർ മരണ ഭയത്തിൽ ജീവിക്കുന്നവരാണ്. ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിൽ ജീവിക്കുന്നവരാണ് ചിലർ. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ ഭയം, ഈ ഭയത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ കാണുന്ന ഒട്ടനവധി ആളുകൾ. പക്ഷെ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഭയമെല്ലാം പൂർണ്ണമായും മാറാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവാശ്രയത്തോടെ മുൻപോട്ട് പോവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് എത്രയോ പ്രതിസന്ധികളുടെ സാഹചര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മൾ ഭയപ്പെട്ടു പോയ, നമ്മൾ ഭ്രമിച്ചു പോയ അനവധി സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തികഞ്ഞ ദൈവാശ്രയത്തിൽ മുമ്പോട്ട് പോയപ്പോൾ ആ പ്രശ്നങ്ങളെ, ആ സാഹചര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി നീക്കി തന്ന് അനുകൂലമായി വഴി നടത്തിയത് ഒരുപാട് തവണ മനസ്സിലായതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാൽ നിരാശപ്പെടാതെ, ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കാമെന്നുള്ള ഒരു വലിയൊരു ഉറപ്പ് ദൈവസന്നിധിയിൽ നമുക്കൊക്കെയുമുണ്ട്. അപ്പം ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്താണ്? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു വലിയ സൈന്യം എനിക്ക് നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തികഞ്ഞ ദൈവാശ്രയം തന്നെയാണ്. പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വലിയ പ്രതിസന്ധിക്കകത്ത്, ഈ വലിയ കഷ്ടതയ്ക്കകത്ത് നിൽക്കുമ്പോഴും, ഈ വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ദാവീദ് ദൈവത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? 4-ാമത്തെ വാക്യമാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. എന്താണ്? അവിടുത്തെ മനോഹരത്വം കാണുക,
അവിടുത്തെ മന്ദിരത്തിൽ അതെ ധ്യാനിക്കുക, ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ഞാൻ പാർക്കുക എന്നുള്ളതാണ്. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ യാത്രകളിൽ പലരും ചിലതിൻ്റെയൊക്കെ മുമ്പിൽ വീണ് പരാജയപ്പെട്ടു പോകുന്നത് ദൈവാശ്രയം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ഈ സങ്കീർത്തനത്തിൽ വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നതാണ്, എനിക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് പാർക്കണം, എനിക്ക് ദൈവത്തോടു കൂടെ വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ ആണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, ആ ചിറകിൻ കീഴിലാണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ, അവിടുന്ന് മാറാതെ എന്താ പറയുന്നത്, ആ വിരിക്കപ്പെട്ട ആ ചിറകുകൾക്കുള്ളിൽ ആണ് നമ്മൾ വസിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. നമുക്കറിയാവുന്ന സങ്കീർത്തനമാണല്ലോ 91 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവനെക്കുറിച്ച് പറയുന്നത് വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും എല്ലാം നിനക്ക് സംരക്ഷണമുണ്ട്. അടുത്തത്, രാത്രിയിലത്തെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഒന്നിനെയും നിനക്ക് പേടിപ്പാനില്ല. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിന്റെ യാത്രകളിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടുന്നത്, നമ്മൾ ആ ചിറകിൻ്റെ മറവിൻ്റെ അകത്താണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ അനുസരിച്ച് ദൈവകൃപയ്ക്കകത്താണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ, എത്ര മലവെള്ളപ്പാച്ചിൽ പോലെ പ്രതിസന്ധികൾ നമ്മുടെ നേരെ വന്നാലും ആമേൻ, തൻ്റെ ഭക്തനെ അതൊന്നും ഏശാതവണ്ണം ദൈവം തൻ്റെ ചിറകിൻ മറവിൽ മറയ്ക്കും. ആരെങ്കിലുമൊക്കെ ഭാരത്തോടെ പ്രയാസത്തോടെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒന്നുകൂടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കാരണം ആ ഒരു ഉറപ്പ് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 27 സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്നത്. 1, യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക. 2, ധൈര്യപ്പെട്ടിരിക്കുക. 3, ഹൃദയം ഉറച്ചിരിക്കുക. അപ്പം നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക. ഈ പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അകത്തും പരാജയപ്പെടാനുള്ള കാരണം ആത്മീയ പിന്മാറ്റം തന്നെയാണ്. അവർ ദൈവസാന്നിധ്യം വിട്ടുമാറി, ദൈവത്തിൻ്റെ ആ ഒരു ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് മാറി തങ്ങൾക്കിഷ്ടമുള്ള വഴികളിലേക്ക് പോകുമ്പോൾ പരാജയ ഭീതി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വെറുതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എന്താ പറയുന്നത്, വാളിന് പോലും അവർ ഇരയായിത്തീരുന്നത്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കൈകളിലേക്ക് അവർ അകപ്പെടുന്നത്. ഇതിനു മുമ്പ് ഉള്ള മെസ്സേജുകളിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇവിടെ ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എനിക്ക് നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് എനിക്ക് വസിക്കണം. അതാണ് എൻ്റെ ഇഷ്ടം. കാരണം അവിടെ എനിക്കൊരു സംരക്ഷണമുണ്ട്, അവിടെ എനിക്കൊരു പ്രത്യാശയുണ്ട്, അവിടെ എനിക്കൊരു ധൈര്യമുണ്ട്. ഞാൻ പറയട്ടെ, ആ കർത്താവ് നമ്മളെ കൈവിടാത്ത ദൈവമാണ്. കുറച്ചധികം വർഷങ്ങളായി, 10-18 വർഷങ്ങളായി കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. ആരും സഹായിച്ചിട്ടോ ആരും സ്ഥിരമായി വരുമാനം തന്നതുകൊണ്ടോ ഒന്നുമല്ല. ഇതുവരെ ആരുടെയും മുമ്പിലും ഒരു 500 രൂപ തന്നെ സഹായിക്കണമെന്ന് പറയേണ്ട അവസ്ഥയൊട്ട് ദൈവം വരുത്തിയിട്ടുമില്ല. അങ്ങനെ പോകാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു പായിട്ട് മുട്ടുമേലിരുന്ന് കരങ്ങൾ വിടർത്തി ദൈവം മുമ്പിൽ കരയുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുതൽ അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. വിശ്വസ്തയോടെ നമ്മൾ അവിടുത്തെ വേല ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തന്ന് വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ആ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു കാര്യവും ആമേൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സ്ഥിരമായിട്ട് നമ്മുടെ മെസ്സേജുകൾ കേൾക്കുന്ന കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആത്മീക വർധനവിനായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ദൈവം സമ്പന്നനായ ദൈവമാണ്. ആ ദൈവത്തെ സ്നേഹിച്ച്, ആ ദൈവത്തോടു കൂടെ വസിച്ച്, അവിടുത്തെ പാദപീഠത്തിൽ നിന്ന് വിട്ടുമാറാതെ ആ ഇമ്പസ്വരം കേട്ട് നാം മുമ്പോട്ട് പോയാൽ നമ്മളെ അത്ഭുതകരമായി കരുതി വഴി നടത്താൻ അവിടുന്ന് ശക്തനായ ദൈവമാണ്. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ എഴുതിയിരിക്കുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. കണ്ടോ, മറയ്ക്കേണ്ട സമയങ്ങളിൽ ദൈവം മറയ്ക്കും. ഏലിയാവ് കെരീത്ത് തോട്ടിൻ്റെ അരികിൽ പോയി ഒളിച്ചിരുന്നെന്നാണ്. ഇരമ്യാവിനെ യഹോവയാം ദൈവം ഒളിപ്പിച്ചെന്നാണ്. ഏലിയാവ് ഒളിച്ചു, ഇരമ്യാവിനെ ദൈവം ഒളിപ്പിച്ചു. കണ്ടോ, സാഹചര്യങ്ങളുടെ വ്യത്യാസങ്ങൾ കണ്ടോ വചനത്തിൻ്റെ അകത്ത്. ഏലിയാവിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലായിരുന്ന ഇരമ്യാവ്. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു മെസ്സേജിൽ നിങ്ങളോട് പറയാം. അപ്പം ഒളിക്കേണ്ട സമയത്ത് ഒളിക്കാനും ഒളിപ്പിക്കേണ്ട സമയത്ത് ഒളിപ്പിക്കാനും ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്രയോ വേളകളിൽ ശത്രുവിൻ്റെ അസ്ത്രങ്ങൾ നമ്മുടെ നേരെയൊക്കെ പാഞ്ഞു വന്നപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണ മതിൽ നമ്മെ പരിപാലിച്ചിട്ടുണ്ട്, നമ്മളെ ആമേൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ അവൻ നിന്നെ മറയ്ക്കും, അവൻ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അടുത്തത് ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. 8-ാമത്തെ വാക്യം, എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. എങ്ങനെ ദൈവശബ്ദം കേൾക്കാം എന്നുള്ള മെസ്സേജിൻ്റെ ഒരു 4-ാമത്തെ ഭാഗം നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവശബ്ദം കേൾക്കേണ്ടുന്നത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തു നിന്നാണ്. ദാവീദ് പറയുകയാണ്, നീ എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എൻ്റെ ഹൃദയം പറയുന്നു എന്നാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ദാവീദ് ഒരു ദൈവശബ്ദം ദാവീദ് കേട്ടു. ആ കേട്ട ദൈവശബ്ദം എവിടെ നിന്നായിരുന്നു? തൻ്റെ ഹൃദയാന്തർഭാഗത്തു നിന്നായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ പറയാം, ദൈവശബ്ദം കേട്ട് മുൻപോട്ട് യാത്ര ചെയ്തു പോകുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും തകരത്തില്ല, തളർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരായ പാതയിൽ എന്നെ നടത്തണമേ. ഈ ദാവീദിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഭയങ്കരമാണ്. ഞാൻ പറയട്ടെ, ഇന്നത്തെ കഷ്ടതകൾ നാളത്തെ സാക്ഷ്യങ്ങളാണ്. ഇന്നത്തെ കഷ്ടതകൾ നാളത്തെ സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ സാക്ഷ്യം ഇതിനു മുമ്പ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്, പലർക്കും അറിയാം. ഞാൻ പറയട്ടെ, സമാനമായ കഷ്ടങ്ങളിലൂടെ പോകുന്ന പലരും ഇതിൻ്റെ അകത്തുണ്ടാകും. നിങ്ങൾ കരയുവാൻ തയ്യാറാകുക, ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുക, കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുക. ആഴമായ ഒരു ആത്മീക ബന്ധത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ എത്താനായിട്ട് ശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 13-ാമത്തെ വാക്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ചിലത് കാണാൻ പോവുകയാണ്. ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവം നമ്മുടെ സകല കാര്യങ്ങളും നടത്തിത്തരാൻ വിശ്വസ്തനാണ്. തികഞ്ഞ സ്നേഹമുള്ളിടത്ത് ഭയമില്ലെന്നാണ് യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ന്യായ വിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം വസിക്കുകയാണെങ്കിൽ, ആ കൂട്ടായ്മയിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ ഒന്നിനെയും നമ്മൾ ഭയപ്പെടേണ്ട. നിത്യനാശത്തെയും നരകത്തെയും ശിക്ഷാവിധിയെയും നമ്മൾ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ആ ധൈര്യത്തോടെ നമുക്കായിരിക്കാം.
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.